നിങ്ങൾ നല്ല വരുമാനം നേടുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ മാസം അവസാനം ഒരു സാമ്പത്തിക ഞെരുക്കം വരികയും ഈ പൈസയൊക്കെ എവിടേക്ക് പോയി എന്നുള്ള ചിന്തിക്കുകയും ചെയ്യാറുണ്ടാകും. ഇവിടെ പ്രശ്നം നമ്മുടെ വരുമാനമല്ല, പ്രശ്നം നമ്മൾ പൈസ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ മികച്ച രീതിയിൽ നമ്മുടെ പൈസ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും അതുവഴി സമ്പത്തിലേക്കും നീങ്ങാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന ചെറിയ ചില സാമ്പത്തിക ശീലങ്ങളിലുള്ള മാറ്റങ്ങൾ വഴി നമുക്ക് എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ലോങ് ടേമിൽ വെൽത്ത് ക്രിയേഷനും സാധിക്കുമെന്നുള്ളതാണ്. ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് നമ്മുടെ വരുമാനം എത്രയാണെന്ന് അറിയുക, ഇൻകം എത്രയാണെന്ന് അറിയുക. പലപ്പോഴും നമുക്ക് പലതരത്തിൽ ഇൻകം ഉണ്ടാവും. ചിലർക്ക് സാലറി ഇൻകം ആയിരിക്കും, പ്രൊഫഷണൽ ഇൻകം ആയിരിക്കും, ബിസിനസ് ഇൻകം ആയിരിക്കും, റെന്റൽ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ കമ്മീഷൻ ആയിരിക്കും. ഏത് തരത്തിലുള്ള ചിലർക്ക് ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇൻകം എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതൊരു ബുക്ക് എടുത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പെൻസസ് ചെലവുകൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഒരു മാസമെങ്കിലും, എളുപ്പമുള്ള പണിയല്ല, പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഒരു മാസമെങ്കിലും നമ്മുടെ എക്സ്പെൻസസ് ഒന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അത് രണ്ട് ഹെഡിൽ ട്രാക്ക് ചെയ്യണം. അതായത് രണ്ട് വിഭാഗമായിട്ട് ട്രാക്ക് ചെയ്യണം. ഒന്ന് നമ്മുടെ നെസസറി എക്സ്പെൻസസ്. നെസസറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് വരുന്ന, എല്ലാ മാസവും റെഗുലറായിട്ട് വരുന്ന എക്സ്പെൻസസ്. അതിൽ വരാവുന്നത് ഗ്രോസറി, അതുപോലെ തന്നെ റെന്റൽ എക്സ്പെൻസ് ആണെങ്കിൽ, റെന്റിൽ താമസിക്കുന്നതാണെങ്കിൽ റെന്റൽ എക്സ്പെൻസ്, ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ EMI, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ ഫീസ്, അതുമാതിരി യൂട്ടിലിറ്റി ബില്ല്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം. അതുപോലെ എല്ലാ മാസവും റെഗുലറായിട്ട് അടയ്ക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഹെഡിൽ നെസസറി എക്സ്പെൻസ് എന്നാലും മറ്റ് കാര്യങ്ങൾ നമ്മുടെ ഫ്ലെക്സിബിൾ എക്സ്പെൻസസ് എന്നുള്ള രീതിയിലും രണ്ട് ഗ്രൂപ്പായിട്ട് എഴുതി വെക്കുക. അതിൽ ഫ്ലെക്സിബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസം വരുന്നതല്ല. ഉദാഹരണത്തിന് സിനിമയ്ക്ക് പോകുന്നത് ചിലവുകൾ, അതുപോലെ തന്നെ വെക്കേഷൻ ടൂർ പോകുന്നത്, അതുപോലെ തന്നെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത്, ഇതൊക്കെ ഓരോ മാസങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഫ്ലെക്സിബിൾ എക്സ്പെൻസസ് എന്നുള്ള ഇതിലും എഴുതി വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ രണ്ടും ടോട്ടൽ ചെയ്യുക, നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മാസത്തെ നമ്മുടെ വരുമാനം എത്രയാണെന്നുള്ളതായി, അതുപോലെ തന്നെ ഒരു മാസത്തെ നമ്മുടെ ചെലവ് എത്രയാണെന്ന് നമുക്ക് കണ്ടു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് രണ്ട് കമ്പയർ ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ വരവിനുള്ളിലാണോ നമ്മൾ ചെലവ് ചെയ്യുന്നത്, വെദർ വി ആർ ലിവിങ് വിത്തിൻ അവർ മീൻസ്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ക്ലിയർ ആവും. നമ്മുടെ വരുമാനമാണ് കൂടുതൽ, ചെലവ് കുറവാണെങ്കിൽ നമ്മൾ വരുമാനത്തിനുള്ളിലാണ് ജീവിക്കുന്നത്. ചെലവാണ് കൂടുതലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലാവും, അതായത് കടക്കണിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫ്ലെക്സിബിൾ എക്സ്പെൻസസിൽ ഏതൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫ്ലെക്സിബിൾ എക്സ്പെൻസസ് കുറയ്ക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് കുറവ് വരുത്താനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പെൻസ് വീണ്ടും അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാൻഡേറ്ററി എക്സ്പെൻസ് അല്ലെങ്കിൽ നെസസറി എക്സ്പെൻസും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ടോട്ടൽ എക്സ്പെൻസ് വീണ്ടും നമുക്ക് വരുമാനത്തിനുള്ളിലല്ല എങ്കിൽ നമ്മൾ വരുമാനം എങ്ങനെ കൂട്ടാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതിന് പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ പല വഴികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. നമ്മുടെ ഇൻകവും എക്സ്പെൻസും ഒന്ന് റെഡിയാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് നമുക്കറിയാം, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഭാവിയിൽ ഓരോ മാസവും നമ്മൾ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു റൂളാണ് 50-30-20 റൂൾ എന്ന് പറഞ്ഞത്. 50-30-20 റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട നെസസറി എക്സ്പെൻസസ് അത് നമ്മുടെ വരുമാനത്തിന്റെ 50% ഉള്ളിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മാസവും നമ്മൾ അത് കൺട്രോൾ ചെയ്ത് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 30 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിബിൾ എക്സ്പെൻസസ് നമ്മുടെ വരുമാനത്തിന്റെ 30% ഉള്ളിലായിരിക്കണം. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് നമ്മുടെ വരുമാനത്തിന്റെ 80%-നുള്ളിൽ നമ്മൾ ഇനിയുള്ള മാസങ്ങളിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് 20 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യേണ്ടതാണ്. 20% നമ്മൾ എല്ലാ മാസവും നിർബന്ധമായിട്ടും നമ്മുടെ വരുമാനത്തിന്റെ 20%, അതേ വരുമാനം എത്രയാണെങ്കിലും 20,000 ആണെങ്കിൽ 2 ലക്ഷം ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം. 20% സേവ് ചെയ്യണം. ആദ്യം നമ്മൾ സേവിങ്സ് ആണ് നടത്തേണ്ടത്. അതായത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം മൈനസ് എക്സ്പെൻസസ് ആണ് സേവിങ്സിലേക്ക് പോവുക. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞിട്ടാണ് സേവിങ്സിൽ. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇൻകത്തിൽ നിന്ന് സേവിങ്സ് നടത്തിയതിന് ശേഷം
എക്സ്പെൻസസിൽ, അതായത് 20% മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ എക്സ്പെൻസസ്, നമ്മൾ ചെലവുകൾ നോക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് 20% എല്ലാ മാസവും ആദ്യം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുന്ന രീതി ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഓരോ മാസവും 20% അതിനകത്തേക്ക് മാറ്റിയിട്ട് അത് സേവിങ്സിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്യാം. അത് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരണം. ആ ഒരു ശീലം നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിംഗിൽ പറയുന്നത്. നാലാമത് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യകതയാണ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി, അല്ലെങ്കിൽ ഫാമിലി എമർജൻസി, അല്ലെങ്കിൽ ജോബ് ലോസ്, ജോലി നഷ്ടപ്പെടുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. പലപ്പോഴും പലർക്കും ഇൻകം തന്നെ ഇല്ലാതായി, റെന്റൽ ഇൻകം ഇല്ലാണ്ടായി, ബിസിനസ് ഇൻകം ഇല്ലാണ്ടായി, ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, അങ്ങനെയുള്ള സമയം ഓവർകം ചെയ്യാനായിട്ട്. അതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു മാസത്തെ ചെലവിൻ്റെ 6 ഇരട്ടി, നമ്മൾ ഒരു മാസത്തെ ചിലവ് എത്രയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ 6 ഇരട്ടിയെങ്കിലും എമർജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അത് എങ്ങനെ കീപ്പ് ചെയ്യണം? നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിലായിരിക്കണം. പക്ഷെ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടില്ല. അപ്പോൾ കഴിയുന്നതും ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടിൽ ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ അത് ഷോർട്ട് ടേം ഡെപ്റ്റ് ഫണ്ടുകളാണ്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 6-7% വരെ റിട്ടേൺ കിട്ടും. അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ എമർജൻസി ഫണ്ട് ക്ലിയർ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണ്. പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എപ്പോൾ വേണമെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി, ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ വരാം. പെട്ടെന്നൊരു അസുഖം വന്ന് ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഒരു ദിവസത്തെ അഡ്മിഷന് പോലും 10,000 രൂപ 20,000 രൂപ വരും. ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ 1 lakh ഒക്കെ വേണ്ടി വരും. ആ ഓപ്പറേഷൻ കുറച്ച് സിവിയർ ആണെങ്കിൽ, കുറച്ച് മേജർ സർജറി ആണെങ്കിൽ ചിലപ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ വേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു മെഡിക്ലെയിം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. അതിൽ ഒരു ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുത്താണ്. ഫ്ലോട്ടർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒറ്റ പോളിസിയിൽ കവർ ചെയ്യുന്നു. ഒരു 5 ലക്ഷത്തിന്റെ ഫ്ലോട്ടർ ഇൻഷുറൻസ് ആണെങ്കിൽ 5 ലക്ഷത്തിന്റെ കവറേജ് ആർക്ക് വേണമെങ്കിലും അത് പ്രയോജനപ്പെടുത്താം. ആര് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയാലും അത് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഫ്ലോട്ടർ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നമ്മുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഫാമിലി സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്തിരിക്കണം. അത് ലൈഫ് ഇൻഷുറൻസ് പോളിസി വഴിയാണ്. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം. അതിന് വേണ്ടത് മിനിമം നമ്മുടെ വരുമാനത്തിൻ്റെ, വാർഷിക വരുമാനത്തിൻ്റെ ഒരു തമ്പ് റൂളാണ്. വാർഷിക വരുമാനത്തിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും വരുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി കവറേജ് നമുക്ക് ഉണ്ടായിരിക്കണം. 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 50,000 രൂപയാണ് നമ്മുടെ വരുമാനം, മാസ വരുമാനമെങ്കിൽ ഒരു വർഷമാകുമ്പോൾ 6 ലക്ഷം രൂപയായി. 6 ലക്ഷം രൂപയുടെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപ. അപ്പം നമുക്ക് അങ്ങനെ 50,000 രൂപ വരുമാനം, മാസ വരുമാനമുള്ള ആൾക്ക് 60 ലക്ഷത്തിൻ്റെയെങ്കിലും ഇൻഷുറൻസ് കവറേജ്, ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. അത് മിനിമമാണ്. 20 ഇരട്ടിയൊക്കെയാണ് നോർമലി പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന മിനിമം 10 ഇരട്ടിയെങ്കിലും നമ്മൾ കവറേജ് എടുത്തിരിക്കും. നമുക്ക് ഓൾറെഡി ചിലപ്പോൾ ഇൻഷുറൻസ് പോളിസികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ലെവലിലേക്ക് അത് കവറേജ് വരുന്നില്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ നമ്മൾ എടുത്ത് നമ്മുടെ കവറേജ് വാർഷിക വരുമാനത്തിൻ്റെ 10 ഇരട്ടി വരുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എമർജൻസി ഫണ്ടായി, മെഡിക്കൽ ഇൻഷുറൻസ് ആയി, ലൈഫ് ഇൻഷുറൻസ് ആയി. ഇപ്പോൾ ഏകദേശം ഒരു പ്രൊട്ടക്ഷനൊക്കെ ആയി. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മളെപ്പോഴും 20% സേവ് ചെയ്യണം. മിനിമമാണ്, മിനിമം 20%. കഴിയുമെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്പെൻസ് കുറച്ച് അത് 20-ൽ നിന്ന് 30-ലേക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, അത് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാറ്റി വെച്ചാൽ പോലെ, നമ്മൾ മാറ്റി വയ്ക്കുന്ന പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ, നല്ല റിട്ടേൺ കിട്ടുന്ന രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. കൂടുതൽ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ്, നമ്മൾ ഇനീഷ്യലി ഒരു 5 വർഷമൊക്കെ സേവ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു 10-20 വർഷം നമ്മൾ സ്ഥിരമായിട്ട് മന്ത്ലി ഒരു എമൗണ്ട് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 10-20 വർഷം കഴിയുമ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും നമ്മുടെ ഫണ്ട് വളരെ വലുതാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് നമ്മൾ നേരത്തെ തുടങ്ങണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ആ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തുക, ഒരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ജോളി പീറ്റർ, ഫിനാൻസ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ.